സ്വാഗതം ടോപ്പ് 10ലേക്ക്. മഴ തോർന്നിട്ടും പ്രളയവും ദുരിതവും ഒഴിയാതെ സംസ്ഥാനത്തെ പല മേഖലകളും വെള്ളത്തിൽ തന്നെ. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ നിവൃത്തിയില്ലാതെ ആയിരങ്ങൾ ദുരിതക്കെട്ടിലും. നാളെ മുതൽ വീണ്ടും മഴ കനക്കുമെന്ന കാലാവസ്ഥാ പ്രവചനം ആശങ്കയേറ്റുകയാണ്. ഇന്നിപ്പോൾ ദുരിതബാധിതർക്ക് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. മഴ മുന്നറിയിപ്പുകൾ അടക്കം ഇന്നത്തെ മുഴുവൻ സംഭവവികാസങ്ങളും വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ടോപ്പ് 10 ഹെഡ്ലൈൻസ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴക്കെടുതിയിൽ മരണം 26ആയി. 27,000-ലേറെ പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ. വെള്ളക്കെട്ടിൽ വലഞ്ഞ് അപ്പർ കുട്ടനാട്, കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മഴക്കെടുതിയിൽ കൈത്താങ്ങുമായി സർക്കാർ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം നൽകും. വീട് പൂർണ്ണമായി തകർന്നവർക്ക് 6 ലക്ഷം രൂപ. വീടുകളിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ അടിയന്തര സഹായം. വെള്ളം കയറിയ കച്ചവട സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ പണി തീരാത്ത വീട് പൂർത്തീകരിക്കും. രാജേഷിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തി. ശബരിമല മിൽമ നെയ്യ് ക്രമക്കേട് SP MJ സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. 5 വിജിലൻസ് ഇൻസ്പെക്ടർമാർ സംഘത്തിൽ. സർക്കാർ നൽകിയ പട്ടിക അംഗീകരിച്ചു ഹൈക്കോടതി. 1 മാസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. പിരിച്ചെടുത്ത ഫണ്ട് എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും VD സതീശന് ക്ലീൻ ചിറ്റ് നൽകിയത് ഗൂഢാലോചനയെന്നും CPM. കേസിൽ 2 തവണ അന്വേഷണം നടത്തിയതും റിപ്പോർട്ട് വാങ്ങിയതും മുൻ സർക്കാരെന്ന് മുഖ്യമന്ത്രി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ കേരളം. ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്നും കേരളം പ്രതിഷേധം അറിയിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. വനിതാ സംവരണം, മണ്ഡല പുനർനിർണയ ബില്ലുകൾക്കായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ കേന്ദ്ര സർക്കാർ. സഹകരണം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ, പ്ലാറ്റ്ഫോം പ്രവർത്തനത്തിലെ പിഴവുകൾ തുടങ്ങിയവയിൽ ക്ഷമാപണം നടത്തി മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ്. നടപടി പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ അധികൃതരെ വിളിച്ചുവരുത്തിയതിനു പിന്നാലെ മെറ്റ പബ്ലിക് പോളിസി മേധാവി IT സെക്രട്ടറിയെ കണ്ട് വിശദീകരണം നൽകി. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ 4 യുവ സ്പിന്നർമാർ. ഹർഷ് ദുബെ, തനുഷ് കോടിയാൻ, വിപ്രജ് നിഗം, ശിവങ് കുമാർ എന്നിവർ ശ്രീലങ്കയിൽ. സന്നാഹ മത്സരം മറ്റന്നാൾ. CJP സമരം അട്ടിമറിച്ച് ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടന ISI ഗൂഢാലോചന നടത്തിയെന്ന് പഞ്ചാബ് പോലീസ്. നിർണായക വിവരം ലഭിച്ചത് പഞ്ചാബിൽ പിടിയിലായ ഭീകരരിൽ നിന്ന്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനില്ലെന്ന് CJP. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും CJP യോഗത്തിൽ തീരുമാനം. സ്റ്റോറി ഓഫ് ദി ഡേ. ഓണത്തിന് വിരുന്നൊരുക്കാൻ റോയിയുടെ പച്ചക്കറികളും. വിശദമായ വാർത്തകളിലേക്കാണ്. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ മരണം 26ആയി. അതേസമയം സംസ്ഥാനത്ത് പകർച്ചപ്പനിയും വ്യാപിക്കുകയാണ്. 115 പേർക്കാണ് ഇന്നലെ മാത്രം പനി ബാധിച്ചത്.
തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. ഇന്ന് 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തുടരുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 8-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചപ്പനി കേസുകളിലും വർധനയുണ്ടായി. ഇന്നലെ മാത്രം 115 പേർക്ക് പനി സ്ഥിരീകരിച്ചു. 4 ദിവസത്തിനിടെ 302 പേർക്ക് പനി ബാധിക്കുകയും 3 പേർ മരിക്കുകയും ചെയ്തു. 99 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 14 പേർക്ക് എലിപ്പനിയും 27 പേർക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചു. പനി ബാധിച്ച് 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ ജില്ലയിലെ പ്രളയഭീതി ഒഴിയുന്നുവെന്ന ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ജില്ലയിലെ പ്രധാന പ്രദേശങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞുവെങ്കിലും ചിലയിടങ്ങളിൽ അതുപോലെ തന്നെ തുടരുകയാണ്. ഗതാഗതം തടസ്സപ്പെട്ടിരുന്ന ആറന്മുള, തിരുവല്ല റോഡുകളിൽ ഇന്നിപ്പോൾ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. പ്രളയം ആദ്യം ബാധിച്ച റാന്നി നഗരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. കഴിഞ്ഞ 6 ദിവസമായി പത്തനംതിട്ടയെ ആശങ്കയിലാഴ്ത്തിയ പ്രളയഭീതിക്കാണ് ഒടുവിൽ ശമനമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ബോട്ടുകളും വള്ളങ്ങളും മാത്രം സഞ്ചരിച്ചിരുന്ന ആറന്മുളയിലെയും തിരുവല്ലയിലെയും റോഡുകൾ ഇന്ന് പൂർണ്ണമായും ഗതാഗതയോഗ്യമായി. ആറന്മുള സത്രക്കടവിലും കൊഴിപ്പാലത്തുമുണ്ടായിരുന്ന വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞു. നിലവിൽ അപ്പർ കുട്ടനാടൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് ബാക്കിയുള്ളത്. കിഴക്കൻ വനമേഖലയിലടക്കം മഴ മാറി നിന്നതോടെ ജില്ലയിലെ എല്ലാ ഡാമുകളിലെയും ജലനിരപ്പ് താഴുകയും അലർട്ടുകൾ പിൻവലിക്കുകയും ചെയ്തു. പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ മത്സ്യത്തൊഴിലാളികളും ബോട്ടുകളും ഇനിയും ആവശ്യമായി വന്നാൽ തിരിച്ചെത്തുമെന്ന ഉറപ്പോടെ മടങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ഭൂരിഭാഗം ആളുകളും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വെള്ളമിറങ്ങിയതോടെ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് വീടുകളും പൊതുനിരത്തുകളും വൃത്തിയാക്കുന്ന തിരക്കിലാണ്. എന്നാൽ വീടുകളിലേക്ക് മടങ്ങുന്ന ദുരിതബാധിതർക്ക് ഇനിയുള്ള ദിവസങ്ങൾ വലിയ വെല്ലുവിളിയുടേതാണ്. കേടായ ഗൃഹോപകരണങ്ങൾ നന്നാക്കുക, മലിനമായ കിണറുകളും ശുചിമുറികളും ശുദ്ധീകരിച്ച് ഉപയോഗയോഗ്യമാക്കുക തുടങ്ങിയ ഭാരിച്ച ജോലികളാണ് ഇനി അവർക്ക് മുന്നിലുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോട്ടയത്ത് മഴ മാറി വെയിൽ തെളിഞ്ഞു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. എന്നാൽ വെള്ളക്കെട്ട് മൂലം ചില റോഡുകളിൽ ഇപ്പോഴും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. വീണ്ടും അതിതീവ്ര മഴ ഉണ്ടായില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം 8000-ലധികം ആളുകളാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ചൊവ്വാഴ്ച രാത്രി കോട്ടയം ജില്ലയിൽ ഇടവിട്ട് മഴ പെയ്തു. എന്നാൽ പുലർച്ചെയോടെ മഴ വീണ്ടും ശക്തമായത് ആശങ്ക വർദ്ധിപ്പിച്ചു. ഉച്ചയോടെ മഴയുടെ കാഠിന്യം കുറയുകയും ഉച്ചയ്ക്ക് ശേഷം വെയിൽ തെളിയുകയും ചെയ്തു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ തന്നെ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിരുന്നു. അതേസമയം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി ജലനിരപ്പ് ഉയർന്നത് പടിഞ്ഞാറൻ നിവാസികളെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത്. പോലെ തന്നെ വെള്ളമായിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഒട്ടും കുറവില്ലായിരുന്നു. നല്ല വെള്ളമായിരുന്നു. ആൾക്കാർ നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർക്ക് താമസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വെള്ളത്തിനേക്കാളും ഒരടിയുടെ കൂടുതൽ വന്നിട്ടുണ്ട്. അന്നേരം 2018-ലെ വെള്ളത്തിനോട് അടുത്ത് വെള്ളം വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. 18-നെക്കാളും 19-നെക്കാളും ഭയങ്കര വെള്ളമായിരുന്നു. വെള്ളമുണ്ട്. ഇത്ര നേരം അരയേറ്റം മേലെ വെള്ളത്തിൽ അവരെങ്ങനെ നയിക്കാൻ പറ്റും? വീടിൻ്റെ ഉള്ളിൽ. ജില്ലയിൽ ഇന്നും രക്ഷാപ്രവർത്തനവുമായി ഫയർഫോഴ്സ് രംഗത്തുണ്ടായിരുന്നു. നിരവധിയിടങ്ങളിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും രോഗികളെയും വയോധികരെയും ഫയർഫോഴ്സ് എത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വിവിധ സഹായങ്ങൾ എത്തിക്കുന്നതിനും ഫയർഫോഴ്സിന്റെ സേവനം പ്രയോജനകരമായി. ഏകദേശം 175ഓളം ഫയർ കോൾ ഇന്ന് രാവിലെ 6 മണി വരെയുള്ള കണക്കാണ്. 175ഓളം ഫയർ കോളിൽ നിന്ന് 1379ഓളം ജീവനുകളെ ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഗർഭിണികളായ പല വ്യക്തികളെ ഞങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികളായ ആൾക്കാരെ അവർക്ക് ഇന്ന് ഡോക്ടേഴ്സിനെ കാണേണ്ട ദിവസങ്ങളായിരിക്കും. ഈ വീടുകളിൽ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ടീമിനെ സുരക്ഷിതമായി ഞങ്ങളുടെ ഡിങ്കികളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും സുരക്ഷിതമായി അവരുടെ വീടുകളിൽ എത്തിച്ച് അവർക്ക് ആ വൈദ്യസഹായം നൽകുക എന്നുള്ളൊരു പ്രവർത്തനം കൂടെ ഞങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കോട്ടയം കുമരകം റോഡ്, കോട്ടയം തിരുവാർപ്പ് റോഡ്, മണർകാട് ഏറ്റുമാനൂർ റോഡ്, മണിപ്പുഴ ഇരയിൽക്കടവ് ബൈപ്പാസ് തുടങ്ങിയ റോഡുകളിൽ ഇപ്പോഴും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ജില്ലയിൽ നിലവിൽ 154 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 8321 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ജലനിരപ്പ് കൂടുതൽ താഴുന്നതോടെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം കുറയും.
മഴക്കെടുതികൾ മൂലം വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു തുടങ്ങി. അതേസമയം കാലാവസ്ഥാ വിഭാഗം വ്യാഴാഴ്ചയും ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. കോട്ടയം ജില്ലയിൽ മഴ കുറഞ്ഞു, പിന്നീട് വെയിൽ തെളിഞ്ഞു. 2 ദിവസം കൂടി അതിതീവ്രമായ മഴയുണ്ടായില്ലെങ്കിൽ എല്ലാം പൂർവ്വസ്ഥിതിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പടിഞ്ഞാറൻ നിവാസികളും. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. പത്തനംതിട്ട കൊക്കാത്തോട് നെല്ലിക്കപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ നിന്ന് പ്രദേശവാസികൾ ഇതുവരെ മുക്തരായിട്ടില്ല. തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തമൊഴിവായത്. പ്രദേശത്ത് ഉരുൾപൊട്ടി ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വീണു. 5ഓളം കുടുംബങ്ങൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. രണ്ട് വീടുകൾക്ക് തൊട്ടുനടുവിലൂടെയാണ് പ്രകൃതിയുടെ ഈ താണ്ഡവം കുതിച്ചെത്തിയത്. ദുരന്തത്തിന്റെ ശക്തിയിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി. കൂടൊലിച്ചുപോയെങ്കിലും വളർത്തുനായ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതൊക്കെ വന്നു നമ്മൾ നോക്കി നിൽക്കും, നമുക്ക് ലക്ഷ്യമില്ല. ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ വീടിന്റെ മേളിൽ കൂടാണ് വരുന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാരനും ഞാനും കൂടെ അവിടെ നിന്നു കഴിഞ്ഞപ്പം അപ്പം ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഈ വീടിന് കുഴപ്പം അങ്ങോട്ട് കാണുന്നില്ല. അപ്പോഴത്തേന് കുറേ കഴിഞ്ഞ് മുറ്റത്തോട്ടിറങ്ങി ഞാൻ വിളിച്ചു. പുള്ളിക്കാരിയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞെടി അവിടെ വല്ലതും സംഭവിച്ചോ? ഇല്ലക്ക, ഇവിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവർ രണ്ടും കൂടെ പിന്നെ വീട്ടിലോട്ട് കയറി വന്നു. അവിടെ ഒത്തിരി നേരം അവർക്ക് വയ്യാതെ വന്നതാ. 2 പേർക്കും വയ്യാതെ അങ്ങായിപ്പോയി. ഇതെല്ലാം കൂടെ കണ്ട് അപ്പോൾ ഇവർ കിടക്കുമല്ലേ, എഴുന്നേറ്റ് വന്നു. അവർക്ക് പേടിയായിപ്പോയി, ഭയങ്കര പേടിയായിപ്പോയി. ഞങ്ങൾക്ക് അതിലും പേടി. എനിക്ക് കാല് ഉറച്ചിട്ട് നിന്ന് കാര്യം പറയാൻ അവരോടും വയ്യാതെ പോയി. അങ്ങനെ സംഭവം രാവിലെ 5:45 ഞങ്ങൾ ഈ സംഭവം ഈ വശവാപ്പോട്ട് ശരിക്കും കാണുന്നത്. 5:45 കാണുന്നത്. ഇതുവരെ സഹായമായിട്ടോ യാതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട്, അപേക്ഷ കൊടുക്കാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് ഇന്നിപ്പോൾ അവർ വില്ലേജിൽ പോയേക്കുവാ. ഇനിയിപ്പോൾ കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത് വല്ലതും കിട്ടിയ ഭാഗ്യം. ഇല്ലെന്നൊരു ഇപ്പോൾ ഇതിനകത്ത് ഇനിയും വേറെ കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അടി മൊത്തം പാറയായിട്ട് ഇരിക്കുകയല്ലേ. ദുരന്തത്തിന് പിന്നാലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. പ്രദേശത്ത് അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും മരച്ചില്ലകളും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്തത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ടായിരുന്നു, അല്ലാതെ ജനപ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സഹായങ്ങളൊക്കെ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു കൊടുക്കണം. എം.എൽ.എ 2 ദിവസം ഇന്നലെ എം.എൽ.എ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എം.എൽ.എ വന്ന ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കേട്ടിട്ട് പോയിട്ടുണ്ട്. വൻതോതിലുള്ള കൃഷിനാശമാണ് പ്രദേശത്തുണ്ടായത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. തുടർച്ചയായ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നെല്ലിക്കപ്പാറയിൽ ഇപ്പോഴും ഭീതിയുടെ നിഴൽ പടർന്നു നിൽക്കുകയാണ്. അതിഭീകര ശബ്ദം കേട്ടാണ് പുലർച്ചെ നെല്ലിക്കപ്പാറ നിവാസികൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. പിന്നീട് കണ്ട കാഴ്ചകൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. 2 വീടുകൾക്കിടയിലൂടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് കുത്തിയൊലിച്ചു പോയത്. ഇനിയിപ്പോൾ അവരുടെ ഉപജീവന മാർഗമൊക്കെ നഷ്ടപ്പെട്ട കുറേയധികം ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ സർക്കാർ സഹായം മാത്രമാണ് ഇനി പ്രതീക്ഷ. അതിനുള്ള ഓട്ടത്തിലാണ് ഇനിയിപ്പോൾ അവർ. ക്യാമറമാൻ രതീഷ് മഡ്ബിഷലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. വാഗമണിലെ ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ വലിയ മണ്ണിടിച്ചിൽ. വിനോദസഞ്ചാര സാധ്യതയേറെയുള്ള വാഗമൺ മൂൺമലയിൽ അനധികൃതമായി നടത്തിയ മണ്ണെടുപ്പും നിർമ്മാണവുമാണ് മണ്ണിടിച്ചിലിന് കാരണമായത്. വാഗമണ്ണിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് മൂൺമല. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം കയ്യേറ്റക്കാർ സ്വന്തമാക്കി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മല തട്ടുകളായി ഇടിച്ചു നിരത്തി. മൂൺമലയിലെ അനധികൃത കയ്യേറ്റവും നിർമ്മാണവും മുൻപ് അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് മൈനിംഗ് ആൻഡ് ജിയോളജി വിഭാഗം പരിശോധന നടത്തി. എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് മൂൺമല ഇടിച്ചു നിരത്തി അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ തുടരുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ മണ്ണിടിച്ചിലിന് കാരണമായത്. അനധികൃതമായിട്ടുള്ള റോഡ് നിർമ്മാണമായിരുന്നു. അനധികൃതമായിട്ടുള്ള കെട്ടിട പണികളും റോഡ് പണിയായിട്ട് വെച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് കളക്ടർക്കും മന്ത്രിക്കും പഞ്ചായത്തിലും വേണ്ടപ്പെട്ട അധികാരികളെല്ലാം നമ്മൾ പരാതി കൊടുത്തത്. ഇത് കണ്ടില്ല, ഇപ്പം ഈ മണ്ണിടിച്ച് കഴിഞ്ഞ ഈ മഴയ്ക്ക് മൊത്തം റോഡിലായിരുന്നു മണ്ണ് മൊത്തം. അതുകൊണ്ട് യാത്രക്കാർക്കും മറ്റുള്ളവർക്കും ദുരിതമാണ്. ഇതിൻ്റെ താഴെ ഒരു പതാല, ആ പതാലിൽ ഒരു 100-300 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ സാധനം യാദൃശികമായിട്ടെങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തം മണ്ണിലോട്ട് പോകും. മൂൺമലയുടെ പ്രകൃതി മനോഹാരിത വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ്. വ്യാപകമായി ഈ പ്രദേശത്ത് കയ്യേറ്റം നടക്കാൻ ഇതാണ് കാരണം. വാഗമണ്ണിലെ ഏറ്റവും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണ് മൂൺമല. അനധികൃത കയ്യേറ്റവും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും വാഗമണ്ണിന്റെ ഭൂപ്രകൃതിയെ എത്രത്തോളം തകർക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാഴ്ചകൾ. വാഗമണ്ണിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.
കാലവർഷക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സമഗ്രമായ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകും. വെള്ളപ്പൊക്കത്തിൽ വീടുകളിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ അടിയന്തര സഹായവും സംസ്കാര ചെലവിനായി 10,000 രൂപ കൂടി അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനമായത്. വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം നൽകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ തുക ലഭ്യമാക്കും. ഇതിനു പുറമെ വെള്ളം കയറിയ വീടുകളിലെ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 2 പേർക്ക് പ്രതിദിനം 300 രൂപ വീതം നൽകാനും തീരുമാനമായി. മഴക്കെടുതിയിൽ പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകും. 2024 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും അർഹമായ ദുരിതാശ്വാസ സഹായം വിതരണം ചെയ്യും. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിച്ചു. വെള്ളം കയറി സാധനങ്ങൾ നശിച്ച കടയുടമകൾക്കും 10,000 രൂപ വീതം അടിയന്തര സഹായം നൽകും. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക വായ്പാ പദ്ധതി നടപ്പിലാക്കും. പ്രളയം ബാധിച്ച ക്ഷീര കർഷകർക്കും തേനീച്ച കർഷകർക്കും ഉൾപ്പെടെ തങ്ങളുടെ ഉപജീവനമാർഗം തിരികെ പിടിക്കാൻ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. പരമാവധി 12 ലക്ഷം രൂപയാണ് വായ്പയായി നൽകുക. സംസ്ഥാനത്ത് ഇതുവരെ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം 67.44 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയരക്ഷാ പ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രക്ഷാപ്രവർത്തകൻ ആർ. രാജേഷിന് വിട നൽകിയ നാട്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ രാജേഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നാട് ദുരന്തത്തെ നേരിട്ടപ്പോഴൊക്കെ സഹായത്തിന്റെ ആൾരൂപമായിരുന്നു രാജേഷ്. രക്ഷാപ്രവർത്തനത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന രാജേഷ് ഇനിയില്ല എന്ന് വീടിനും നാടിനും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കല്ലിയൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാജേഷിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിലെത്തിക്കുമ്പോൾ നാട് വിതുമ്പുകയായിരുന്നു. ഇവരൊക്കെ നാട്ടുകാർ മൊത്തം പറഞ്ഞു, നീ കയറി വാ മതിയെന്ന്. എന്നിട്ട് വീണ്ടും ഒരാൾ കൂടെ അക്കരെ ഒന്ന് വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് വീണ്ടും അയാളെ പോയി ഇവൻ്റെ കൂടെ ഊരി കൊടുത്ത് അയാൾക്ക് ഇട്ടുകൊടുത്ത് അതിനെ പിടിച്ച് ഇക്കരെ കൊണ്ടാക്കിയപ്പോഴാണ് വടവന്തര പൊട്ടേ ഇത് കൈവിട്ട് പോയിരുന്നത്. സാമ്പത്തിക പരാധീനതകൾ ഏറെയുള്ള പണിതീരാത്ത വീടിന് നാഥനായിരുന്നു രാജേഷ്. പാതി വഴിയിൽ നിലച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ. രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കുത്തിയൊലിച്ച ചെറുപുഴയിലെ മീൻതുള്ളിത്തുരുത്തിലകപ്പെട്ട കർഷകൻ ബെന്നിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. ലൈഫ് ജാക്കറ്റ് ഊരി ബെന്നിക്ക് നൽകിയിരുന്നു. വർഷങ്ങളായി അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന രാജേഷ് 2018 പ്രളയസമയത്തും 2024 വയനാട് ദുരന്തത്തിലും രക്ഷാപ്രവർത്തനത്തിന് സജീവ സാന്നിധ്യമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ മിൽമ നെയ്യഴിമതി അന്വേഷിക്കാൻ SP MJ സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ അംഗീകാരം. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം കൈമാറിയ പട്ടികയാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. കേസിൽ 1 മാസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. ശബരിമലയിൽ ഉപയോഗിക്കുന്നതിനായി 1,65,000 ലിറ്റർ മിൽമ നെയ് വാങ്ങിയതിലെ അഴിമതിയും ക്രമക്കേടുമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് യാതൊരുവിധ ശാസ്ത്രീയ പരിശോധനകളും നടത്താതെ ഇത്രയും വലിയ അളവിൽ നെയ് വാങ്ങിയത്. നെയ് വിതരണത്തിനായി മിൽമയുമായി കരാറുണ്ടാക്കുന്നതിനെ അന്ന് തന്നെ ദേവസ്വം കമ്മീഷണർ എതിർത്തതല്ലേ എന്ന് കോടതി കേസ് പരിഗണിക്കുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ ടെൻഡർ നടപടികൾ റദ്ദാക്കി ലിറ്ററിന് 510 രൂപ എന്ന ഉയർന്ന വിലയിൽ മിൽമയ്ക്ക് കരാർ നൽകിയത്. സംഭവത്തിലെ ക്രമക്കേടുകൾ തിരിച്ചറിഞ്ഞ ഹൈക്കോടതി സത്യസന്ധരും മിടുക്കരുമായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണം വേണമെന്ന് നിർദ്ദേശം നൽകി. കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ അതിവേഗം പട്ടിക നൽകിയത്. കോടതി അംഗീകാരം ലഭിച്ചതോടെ അന്വേഷണ സംഘം ഉടൻ നടപടികളിലേക്ക് കടക്കും. ഡിവൈഎസ്പി CH ഹരിയാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഡിവൈഎസ്പിക്ക് പുറമെ 4 വിജിലൻസ് ഇൻസ്പെക്ടർമാരും പുതിയ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്നു. കേസിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി വാക്കാൽ നിരീക്ഷിച്ച കോടതി വിജിലൻസ് ക്രൈം രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരുന്നു. ദേവസ്വം ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് പദവി വഹിച്ചയാളാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നാണ് നേരത്തെ കണ്ടെത്തിയത്. മിൽമ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ സഹായിച്ചുവെന്ന പ്രാഥമിക നിഗമനത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നു. ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് എത്തിച്ചതിലെ സാമ്പത്തിക നഷ്ടം അന്വേഷിക്കാൻ ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷീബ ഖബറിന്റെ നേതൃത്വത്തിൽ 4-അംഗ സമിതിയെ നേരത്തെ നിയോഗിച്ചിരുന്നു. ശബരിമലയിലേക്കുള്ള മിൽമയുടെ നെയ്യ് വിതരണത്തിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി ക്ഷീരവികസന വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിലവാരമില്ലാത്ത നെയ്യ് സന്നിധാനത്തെത്തിയിട്ടുണ്ടെന്നും ഇതിലൂടെ മിൽമയ്ക്ക് 85 ലക്ഷം രൂപയ്ക്ക് മേൽ നഷ്ടമുണ്ടായി എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. പിരിച്ചെടുത്ത ഫണ്ട് എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും VD സതീശന് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്നും CPM ആരോപിക്കുകയാണ്. എന്നാൽ കേസിൽ 2 തവണ അന്വേഷണം നടത്തിയതും റിപ്പോർട്ട് വാങ്ങിയതും മുൻ സർക്കാരാണെന്നും വിജിലൻസ് ആണ് ക്ലീൻ ചിറ്റ് നൽകിയതെന്നും വിശദീകരിച്ച് മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു. അതേസമയം കൊച്ചിയിൽ നിക്ഷേപകരെ കാണാൻ പോയതിൽ വ്യക്തത വരുത്താൻ ഇന്നും മുഖ്യമന്ത്രി തയ്യാറായില്ല. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേസിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് CPM. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പറവൂരിൽ CPM പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പിരിച്ചെടുത്ത ഫണ്ട് മുഴുവൻ എന്തു ചെയ്തുവെന്നും എത്ര വീടുകൾ പണിതു എന്നും വ്യക്തമാക്കിയേ മതിയാകൂ എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പുനർജനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ 216 വീട് ഇവിടെ, ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നവർ ആര്? പറവൂരുള്ള ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ, ഇന്ന ആളുകൾക്ക് വീട് കിട്ടി. കളവല്ലെങ്കിൽ കൃത്യമായിട്ട് വിശദമായ രേഖയുണ്ട്, വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയും, കണക്കും പറയാൻ കഴിയും. എന്തേ നിങ്ങൾ പറയാത്തത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, പറയാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന 216 ആൾക്ക് വീട് കൊടുത്തിട്ടില്ല. എന്നാൽ തന്റെ സർക്കാർ കേസിന്മേൽ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നും 2 തവണ വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് മുൻ സർക്കാരിന് മുന്നിലാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒരു അന്വേഷണവും ഒരു നടപടിയും ഇത് സംബന്ധിച്ചെടുത്തിട്ടില്ല. എല്ലാ ഫൈൻഡിങ്ങും നടത്തിയത് കഴിഞ്ഞ സമയത്ത് 14/6/2023 രജിസ്റ്റർ ചെയ്ത കേസിൽ 7/9/24 വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എൻക്വയറി കുഡ് നോട്ട് ഡിസ്കവർ എനി എവിഡൻസ് ടു സസ്റ്റെയിൻ ദി അലിഗേഷൻ. ദ എൻക്വയറി സോ ഫാർ കുഡ് നോട്ട് റിവീൽ എനി എവിഡൻസ് ആൻഡ് ആൾസോ ദ അലിഗേഷൻസ് കുഡ് നോട്ട് സസ്റ്റെയിൻ ഇൻ എവിഡൻസ്. അപ്പോൾ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ ആ റിപ്പോർട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു പുകമറ ഉണ്ടാക്കി എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. അതിനിടെ വിവാദമായ കൊച്ചിയിലെ നിക്ഷേപക സന്ദർശനത്തിൽ ഇന്നും മുഖ്യമന്ത്രി വ്യക്തത വരുത്താൻ തയ്യാറായില്ല. നിക്ഷേപകർ കൊച്ചിയിലെത്തി വിളിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പോയി എന്നാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്നാൽ ദുരന്ത സമയത്ത് അടിയന്തരമായി കൊച്ചിയിലേക്ക് കാണാൻ പോയ നിക്ഷേപകരിൽ ദുരൂഹത ഉയർന്നപ്പോൾ ഇന്ന് ചെറിയ മാറ്റം വരുത്തി. കൊച്ചിയിൽ പോയപ്പോൾ അവിടെ വെച്ച് നിക്ഷേപകരെ കണ്ടു എന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന് തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം. നവവധുവിന് 1 പവനും പട്ടുസാരിയും, സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 1 ഗ്രാം സ്വർണവും സമ്മാനം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും നിരവധി ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചാണ് TVK സർക്കാരിൻ്റെ ആദ്യ ജനകീയ ബജറ്റ്. അതേസമയം ഉദയനിധി സ്റ്റാലിനെതിരെയുള്ള വിവാദങ്ങൾക്കിടയിലും DMK സഭാ നടപടികളോട് സഹകരിച്ചു. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം ഗൗരവത്തോടെയാണ് കേരളം കാണുന്നത്.
നിലവിലുള്ള കരാറുകൾ, ട്രൈബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ജലനിരപ്പ് ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിച്ചേക്കാവുന്ന മേഘധാതു പദ്ധതി പോലെയുള്ള പദ്ധതികളെ എതിർക്കുന്നതുൾപ്പെടെ തമിഴ്നാടിന്റെ ജലാവകാശങ്ങൾ സംരക്ഷിക്കും. അന്തർ സംസ്ഥാന നദീജല പങ്കുവെക്കലിൽ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന് ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നു. ദീർഘകാല ജലസുരക്ഷ ശക്തമാക്കുന്നതിനും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തൽ, ആനമലയാർ, നല്ലൂർ അണക്കെട്ട് പദ്ധതികളുടെ നടപ്പാക്കൽ, ഗോദാവരി, കാവേരി നദീബന്ധന പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള പൂർത്തീകരണം എന്നിവയ്ക്കായും സർക്കാർ പരിശ്രമിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. അതേസമയം തമിഴക വെട്ടിക്കഴകം സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ സ്ത്രീകളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുള്ള ക്ഷേമ പദ്ധതികളാണ് ശ്രദ്ധേയമായത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയും നൽകും. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് തായ്മാമൻ തങ്കമോതിരം എന്ന പേരിൽ 1 ഗ്രാം സ്വർണം നൽകും. 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ TVK മുന്നോട്ട് വെച്ച അണ്ണൻ സീർത്തിട്ടം പദ്ധതിക്ക് 812 കോടി രൂപ മാറ്റിവെച്ചു. ഡ്രഗ് ഫ്രീ തമിഴ്നാട് എന്ന ആശയവും ബജറ്റിൽ മുൻപോട്ട് വെക്കുന്നുണ്ട്. അതേസമയം സഭാ നടപടികളോട് DMK സഹകരിച്ചു. വിവാദ പരാമർശത്തിൽ അറസ്റ്റിലായ ശേഷം വിട്ടയക്കപ്പെട്ട ഉദയനിധി സ്റ്റാലിനും സഭയിലെത്തിയിരുന്നു. സഭയിലേക്കെത്തിയ ഉദയനിധിക്ക് DMK ഉജ്ജ്വല സ്വീകരണം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റിലെ പ്രഖ്യാപനം അനുവദിക്കരുതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിന്റെ സുരക്ഷയാണ് പ്രധാന വിഷയം. 142 അടി എന്ന നിലപാടിൽ മാറ്റമില്ല. തമിഴ്നാട് സർക്കാരിനെ പ്രതിഷേധം അറിയിക്കും. കോടതിയിൽ പോകുന്നതടക്കം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാലപ്പഴക്കവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഒക്കെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് പോകുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. വനിതാ സംവരണം, മണ്ഡല പുനർനിർണയ ബില്ലുകൾക്കായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാർ. ഇക്കാര്യത്തിൽ സഹകരണം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിൽ ബില്ലിനോട് സഹകരിക്കേണ്ട എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതേസമയം CJP സമരത്തിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് തടസ്സപ്പെടുത്തി. മണ്ഡല പുനർനിർണയവും വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബില്ലും ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഇതിനായി ഈ മാസം 16 മുതൽ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. പ്രത്യേക സമ്മേളനത്തിലും ബില്ല് പാസാക്കുന്നതിനും പ്രതിപക്ഷത്തിന്റെ സഹകരണം ആവശ്യപ്പെട്ട് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേക സമ്മേളനത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയില്ലെന്നും മണ്ഡല പുനർനിർണയം വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് പഴയത് തന്നെയാണെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. Our stand is very clear. Whatever stand we took in the last parliamentary session, still we are on that stand. There is no change on that. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് തടസ്സപ്പെടുത്തി. പാർലമെന്റ് വളപ്പിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചോദ്യോത്തരവേള കഴിഞ്ഞാൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഏത് വിഷയവും ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടർന്നതോടെ ലോക്സഭ ആദ്യം 2 മണിവരെയും പിന്നീട് ഇന്നത്തേക്കും പിരിഞ്ഞു. പാർലമെന്റിന്റെ അന്തസ്സ് തകർക്കരുതെന്ന് സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. लोकतांत्रिक तरीके से चर्चा करें, चर्चा करूंगा। सदन के बाहर या सदन के अंदर नारेबाजी करना लोकतंत्र के लिए उचित नहीं है. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത് പാസാക്കി. ബില്ല് കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയിരുന്നു. FCRA ഭേദഗതി ബില്ലും ഈ ആഴ്ച സഭയിൽ അവതരിപ്പിച്ചേക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ ഡീപ് ഫേക്ക് ഉള്ളടക്കം പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങളിലെ പിഴവുകളിലും ക്ഷമാപണം നടത്തി മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ അധികൃതരെ വിളിച്ചു വരുത്തിയ പാർലമെന്ററി സമിതി ഇത്തരം നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഭവത്തിൽ മെറ്റ മേധാവി 3 ദിവസത്തിനകം മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും പാർലമെന്ററി സമിതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്തതിന് മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും പാർലമെന്റ് സമിതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് മെറ്റ ഗ്ലോബൽ ടീം IT മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും മന്ത്രി അശ്വിനി വൈഷ്ണവുമായും കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിറകെയാണ് പ്ലാറ്റ്ഫോമിലെ പ്രവർത്തനത്തിലുണ്ടായ പിഴവുകൾക്ക് മാർക്ക് സക്കർബർഗ് ക്ഷമാപണം നടത്തിയതായി അധികൃതർ വ്യക്തമാക്കിയത്. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ ഡീപ് ഫേക്ക് ഉള്ളടക്കം പ്ലാറ്റ്ഫോം പ്രവർത്തനത്തിലെ പിഴവുകളിലും മെറ്റ മേധാവി ക്ഷമാപണം നടത്തി. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നടപടിയുണ്ടാകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്ക് താൽക്കാലികമായി നീക്കം ചെയ്തിരുന്നു. വീഡിയോ നീക്കം ചെയ്തത് സാങ്കേതിക പിഴവാണെന്നായിരുന്നു മെറ്റ അധികൃതർ പാർലമെന്ററി സമിതിക്കും IT മന്ത്രാലയത്തിനും നേരത്തെ നൽകിയ വിശദീകരണം. എന്നാൽ വിഷയത്തിൽ മെറ്റ മേധാവി മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ IT നിയമപരിരക്ഷ നീക്കം ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലെ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങളും നിഷികാന്ത് ദുബെ MP അധ്യക്ഷനായ പാർലമെന്ററി സമിതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനൊപ്പം 4 യുവ സ്പിന്നർമാരെ കൂടി നെറ്റ് ബൗളർമായി ഉൾപ്പെടുത്തി. സ്പിന്നർമാരായ ഹർഷ് ദുബെ, തനുഷ് കോടിയാൻ, വിപ്രശ് നിഗം, ശിവം കുമാർ എന്നിവരാണ് ടീമിനൊപ്പം ചേർന്നത്. സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന ശ്രീലങ്കൻ വിക്കറ്റുകളിൽ ഇന്ത്യയുടെ ബാറ്റർമാരെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 യുവ സ്പിന്നർമാരെ കൂടി BCCI ശ്രീലങ്കയിൽ എത്തിച്ചിരിക്കുന്നത്. ജന്തർ മന്ദറിലെ CJP സമരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞുകയറിയതിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഏജൻസികൾ. സമരം അട്ടിമറിച്ച് ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടന ISI ഗൂഢാലോചന നടത്തിയതായി പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നു. പഞ്ചാബിൽ പിടിയിലായ ആയുധ പരിശീലനം ലഭിച്ച ഭീകരരിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. പ്രതികൾ പെട്രോൾ ബോംബ് ആക്രമണം നടത്താൻ ജന്തർ മന്ദറിൽ എത്തിയിരുന്നതായും കണ്ടെത്തി. ജന്തർ മന്ദറിലെ സമരത്തിന്റെ സ്വഭാവം മാറുന്നതായും അക്രമങ്ങൾക്ക് ആസൂത്രിത ഗൂഢാലോചന നടത്തുന്നതായും നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ജന്തർ മന്ദറിലെ CJP സമരം അട്ടിമറിച്ച് ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടന ISI ഗൂഢാലോചന നടത്തിയതായി പഞ്ചാബ് പോലീസ് റിപ്പോർട്ട് ചെയ്തു. പഞ്ചാബിൽ പിടിയിലായ ഭീകരരിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. പ്രായപൂർത്തിയാകാത്ത 4 പേരുൾപ്പെടെ 9 പേരെയാണ് പഞ്ചാബ് പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. ഇതിൽ 8 പേർ ഡൽഹിയിൽ ജന്തർ മന്ദിറിലെത്തി പെട്രോൾ ബോംബ് ആക്രമണത്തിന് ശ്രമം നടത്തി. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവർ പിൻവാങ്ങിയതെന്നും ബോംബും തോക്കും ഉൾപ്പെടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും അമൃത്സർ പോലീസ് കമ്മീഷണർ ഗുർപ്രീത് സിംഗ് അറിയിച്ചു. दूसरा जो मॉड्यूल है वो पेट्रोल बॉम्ब जो फेंकने का उनको तैयार किया जा रहा था. पहले पाक बेस्ड हैंडलर्स और ISI के बंदों ने उनको वीडियो के ज़रिए पेट्रोल बम चलाने और उसको इस्तेमाल करने की ट्रेनिंग दी और इनको ये टास्क दिया गया था कि आप पुलिस एस्टेब्लिशमेंट्स और सिक्योरिटी एस्टेब्लिशमेंट्स की रेकी करें, उनकी वीडियो बनाएं. ये टास्क था. പിടിയിലായവരിൽ നിന്ന് പെട്രോൾ ബോംബ്, തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരരുമായി ആശയവിനിമയം നടത്തിയതും ജന്തർ മന്ദിറിലെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും ദൃശ്യങ്ങൾ അയച്ചുകൊടുത്തതും കണ്ടെത്തി. പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് കോക്രോച്ച് ജനതാ പാർട്ടി സമരം അട്ടിമറിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയതായി നേരത്തെ ബംഗാളിൽ പിടിയിലായ ഭീകരൻ മൊഴി നൽകിയിരുന്നു. പോലീസ് വേഷത്തിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു നീക്കം നടത്തിയത്. ഈ വിഷയങ്ങൾ NIA ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ ഗൗരവത്തോടെ അന്വേഷിച്ചു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനില്ലെന്ന് വ്യക്തമാക്കി CJP. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന സമ്മർദ്ദ ശക്തിയായി തുടരും. മറ്റ് സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ക്രമക്കേടുകളിലും സമരം ഏറ്റെടുക്കും. നീറ്റ് സമരത്തിന് ശേഷമുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായക യോഗമാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ ചേർന്നത്. തുടർ സമരങ്ങൾ തീരുമാനിക്കാൻ അഭിജിത് ദീപ്കയുടെ വസതിയിൽ നാളെയും യോഗം ചേരും.
നീറ്റ് UG പരീക്ഷകൾ 2 ഘട്ടങ്ങളിലായി നടത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകും. JEE മാതൃക നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ആലോചനയുണ്ട്. കൂടാതെ നിലവിലുള്ള OMR ഷീറ്റ് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിലേക്ക് മാറുന്നതും പരിഗണനയിലുണ്ട്. വിഷയത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാകും അന്തിമ തീരുമാനം. അതേസമയം നീറ്റ് PG പ്രവേശന സംവിധാനത്തിൽ വിശദമായ ആഭ്യന്തര ഓഡിറ്റ് നടത്തുന്നതിനായി ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉന്നത സമിതിയെ നിയോഗിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു.